ഹരി ഓം. ദശകം 15 കപിലോപദേശ. ശ്ലോകം 1. മതിരിക ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. പദച്ഛേദം നോക്കാം. മതിഹി ഇഹ മതിരിഹ ഗുണ സക്ത ബന്ധ കൃത് തേഷു അസക്ത ബന്ധകൃത് തേഷു അസക്ത ബന്ധകൃത്തേഷ്വസക്ത മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത തു അമൃത ത്വമൃത കൃത് ഉപരുന്ധേ കൃതുപരുന്ധേ. തു അമൃത കൃത് ഉപരുന്ധേ ത്വമൃത കൃതുപരുന്ധേ ഭക്തി യോഗ തു സക്തിം ത്വമൃത കൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹത് അനുഗമ ലഭ്യാ ഭക്തി ഏവ അത്ര സാധ്യാ മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യാ. കപിലതനുഹു ഇതി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. മതിരിക ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ദശകം 15 ശ്ലോകം 1 അന്വയവും അർത്ഥവും നോക്കാം. ഇഹ ഗുണസക്ത മതിഹി ബന്ധകൃത്. ഇഹ ഈ ലോകത്തിൽ ഗുണസക്ത സുഖവിഷയങ്ങളിൽ ആസക്തിയുണ്ടായാൽ ബുദ്ധി മതിഹി എന്ന് പറഞ്ഞാൽ ബുദ്ധി സംസാരബന്ധത്തിന് കാരണമായിത്തീരുന്നു. അപ്പോൾ സംസാരബന്ധത്തിന് കാരണമായിത്തീരുന്നത് എന്താണ്? സുഖവിഷയങ്ങളിലുള്ള ആസക്തി. അപ്പോൾ സുഖവിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആസക്തി ഉണ്ടായാലോ ബുദ്ധി അങ്ങോട്ട് പോകും, സംസാരബന്ധത്തിന് കാരണമായിത്തീരുന്നു. തേഷു അസക്ത തു അമൃതകൃത്. തേഷു അവയിൽ അസക്ത ആസക്തി ഇല്ലെന്ന് വന്നാലോ മോക്ഷത്തിന് കാരണമായിത്തീരുന്നു. അവയിൽ എന്ന് വെച്ചാൽ തേഷു അവയിലെന്ന് പറഞ്ഞാൽ എന്താണ്? സുഖവിഷയങ്ങളിൽ എന്നുവെച്ചാൽ സുഖവിഷയങ്ങളിൽ ആസക്തി ഇല്ലെന്ന് വന്നാലോ മോക്ഷത്തിന് കാരണമായി തീരും. അപ്പം മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? സുഖവിഷയങ്ങളിലുള്ള ആസക്തി ഇല്ലാതാവണം എന്നുള്ളതാണ് അവിടെ അർത്ഥം വയ്ക്കുന്നത്. തേഷു അസക്ത തു അമൃതകൃത്. അപ്പോൾ ആ സുഖവിഷയങ്ങളിൽ ആസക്തി ഇല്ലെന്ന് വന്നാൽ മോക്ഷത്തിന് കാരണമായിട്ട് ഭവിക്കുന്നു. ഭക്തിയോഗ തു സക്തിം ഉപരുന്ധേ. അപ്പോൾ ഭക്തിയോഗമാകട്ടെ വിഷയാസക്തിയെ തടയുന്നു. അപ്പോൾ വിഷയാസക്തിയെ തടയുന്ന എന്താണ്? ഭക്തിയോഗം. അപ്പോൾ ഭക്തിയുള്ളവർക്ക് ആ വിഷയാസക്തി ഇല്ലാതാവുന്നു. ഉപരുന്ധേ തടയുന്നു. ഭക്തിയോഗ തു സക്തിം ഉപരുന്ധേ. ഭക്തിയോഗമാകട്ടെ വിഷയാസക്തിയെ തടയുന്നു. അത്ര മഹദനുഗമലഭ്യാ ഭക്തി ഏവ സാധ്യ. അത്ര എന്നുവെച്ചാൽ ഇവിടെ മഹദനുഗമലഭ്യ ആ മഹാന്മാരുടെ സംസർഗത്താൽ ഉണ്ടാവുന്ന ഭക്തി തന്നെയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. അപ്പോൾ ഭക്തി എങ്ങനെ ഉണ്ടാകുന്നത്? മഹാന്മാരുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാകും. അപ്പോൾ ആ ഭക്തിയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. ഇതി കപിലതനുഹു ത്വം
ദേവഹൂത്യൈ നഗാദീഹി ഇതി. ഇപ്രകാരം ആ കപിലസ്വരൂപനായ ഭഗവാൻ ദേവഹൂതിയായ അമ്മയോട് അരുളി ചെയ്തു. എല്ലാ ശ്ലോകത്തിൻ്റെ അവസാനത്തെ വരി ഇത് തന്നെയായിരിക്കും. കപിലതനുദിത്വം ദേവഹൂത്യൈ നഗാദി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു എന്ന്. അപ്പം ഈ ക്ഷണികങ്ങളായ ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് ഭഗവാനെ സേവിക്കാൻ താല്പര്യമോ സമയമോ ഉണ്ടാവില്ല. ആനന്ദസ്വരൂപനായ ഭഗവാനിൽ ആസക്തി ജനിച്ചാലോ പിന്നെ ഈ ക്ഷണികങ്ങളായ സുഖങ്ങളുടെ നേരെ തിരിഞ്ഞു നോക്കുവാൻ പോലും തോന്നത്തില്ല. ആ ഭഗവാനെക്കുറിച്ചുള്ള ആ പരമപ്രേമം തന്നെയാണ് ഭക്തി. അതാണ് മുക്തിക്ക് കാരണമാകുന്നത്. ആ ഭക്തിയാകട്ടെ സജ്ജന സംസർഗം കൊണ്ട് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്, ഈസിയാണ്. ആ ഭക്തി സമ്പാദിക്കാനാണ് ജീവിതത്തിൽ എല്ലാവരും ഉത്സാഹിക്കേണ്ടത്. ഇതാണ് കപിലവാസുദേവമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചത്. അമ്മയ്ക്ക് അവിടെ എന്താ? അമ്മയ്ക്ക് ഈഗോ ഇല്ല. മകൻ്റെ അടുക്ക പോയി ഉപദേശം സ്വീകരിക്കുന്നതിന് അമ്മയ്ക്ക് ഈഗോ വന്നില്ല. അവിടെ ആ ഈഗോ ഇല്ല. ഞാൻ എന്നുള്ളൊരു ഭാവമില്ലാതെയായി. ആ അറിവുള്ളൊരു വ്യക്തി, അതാരായിക്കോട്ടെ, അറിവുള്ള വ്യക്തികളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതിന് നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇത്രയും കൂടെ ചേർന്നതാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ്. ആ മനസ്സ് സങ്കല്പിക്കുന്നു, ബുദ്ധിക്കോ സംശയം ഉണ്ടാകുന്നു, ചിത്തമോ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ സത്വ രജോ തമോ ഗുണം ഇതെല്ലാം വിഷയങ്ങളാണ് എന്നുവെച്ചാൽ മായയാണ് ഇതെല്ലാം. അപ്പോൾ പുറമേ ഉള്ള ഗുണങ്ങൾ, ഈ ഗുണങ്ങൾ സത്വരജോ തമോ ഗുണങ്ങൾ വിഷയങ്ങളുമായിട്ട് ആസക്തി ഉണ്ടാകുന്നു. ഈ ആസക്തി ഇല്ലാതായാൽ എന്തോ ആകുന്നു? അമൃതതുല്യമാകുന്നു. അപ്പോൾ മനസ്സാണ് ബന്ധനത്തിനും മുക്തിക്കും കാരണമായിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലുള്ള ആ പുരുഷനിൽ ആ സ്നേഹമുണ്ടാക്കിയെടുക്കണം നമ്മൾ. ആ പരമാത്മാവ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എന്നുള്ള ആ ചിന്ത വരരുത് നമുക്ക്. അപ്പോൾ അതാണ് ആ ചിന്ത വരാതിരിക്കണം. അതാണ് മുക്തിക്ക് കാരണമായിട്ടുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം ഭക്തി തന്നെയാണ്. ആ ഉള്ളിലുള്ള ഭഗവാനെ ആശ്രയിക്കണം. ആസക്തി എന്നുവെച്ചാൽ ആ വസ്തു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വിചാരം. ഒട്ടും ആസക്തി ഇല്ലാത്തതാണ് സക്തി. അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ മുക്തി കിട്ടുന്നു. അതാണ് നല്ല സംസർഗം വേണം, വിദ്വാൻമാരുമായിട്ടുള്ള സംസർഗം വേണം, നല്ല മനുഷ്യരുമായിട്ട് യോഗം ചേരുക, എന്നാലാണ് ഭക്തി ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ ഈ സംസാര ബന്ധത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റുകളാണത്. ആ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു നല്ല അഭിപ്രായം ഉള്ളവരെ കുറിച്ച് പോലും അനാവശ്യമായിട്ടുള്ള സംസാരമുണ്ടായിട്ട് അവരെക്കുറിച്ച് ഒരു വിദ്വേഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിദ്വേഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെയാണ് കേട്. അത് നമ്മുടെ ഗുരുനാഥൻ എപ്പോഴും പറയുമായിരുന്നത്. അപ്പം നമ്മുടെ അടുത്ത് കൂടുന്ന കൂട്ടുകാരെന്നോ വീട്ടുകാരെന്നോ ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളോട് പറഞ്ഞു തരുന്നതോ നമുക്ക് ഉപദേശിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ബാക്കിയുള്ളവനെ വിദ്വേഷിപ്പിക്കത്തക്കതാണെങ്കിൽ നമ്മളത് എടുക്കാനേ പാടില്ലാതെ. അപ്പം നമുക്ക് ചിലപ്പം പല തരത്തിൽ ഉപകാരം ചെയ്തവരായിരിക്കാം അവരെ ആയിരിക്കാം നമ്മൾ വിദ്വേഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നല്ലത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ, നല്ല ഉപദേശങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ. ഇനി അമ്മയാവട്ടെ, മകനാവട്ടെ, ഭർത്താവാകട്ടെ, ആരാണെങ്കിലും നമുക്ക് തരുന്ന ഉപദേശം ബാക്കിയുള്ളവരെ വിദ്വേഷിക്കുന്നതാണെങ്കിൽ, അവരെ മുറിപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മളത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു ക്ഷണിക നേരത്തേക്ക്
നമുക്ക് തോന്നും നമ്മളെ ഉപദേശിക്കുന്ന ചീത്ത ഉപദേശം തരുന്ന വ്യക്തിയായിരിക്കും നമുക്ക് സുഖം തരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനാണ് മഹാന്മാരുടെ വാണികൾ കേൾക്കണമെന്ന് പറയുന്നത്. അതിന് നമുക്ക് തന്നെ നമ്മുടെ പ്രത്യക്ഷമായിട്ട് ഉദാഹരണമുണ്ട്. എപ്പോഴും ഗുരുനാഥൻ പറയുന്നതാണ്. ഇപ്പം ടി വി കാണുമ്പം തന്നെ ടി വിയിൽ പലതരത്തിലുള്ള സീരിയലുകളുണ്ട്. പക്ഷെ നമുക്ക് സീരിയലുകൾ കാണുമ്പോഴത്തേനും അത് അടുത്തതെന്താണ് അതിൽ പലതും നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്ന സീരിയലായിരിക്കത്തില്ല. എന്നാലും നമ്മുടെ മനസ്സ് അതിലേക്ക് പോകുന്നു. വീണ്ടും വീണ്ടും അത് കാണണം. അടുത്തതെന്താണ്, അമ്മായിയമ്മ എന്ത് പറഞ്ഞു, മരുമകൾ എന്ത് പറഞ്ഞു, അല്ലെ അവർ അടുത്ത വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നം എന്താണ്, അങ്ങനെയൊക്കെ പ്രതിപാദിക്കുന്ന സീരിയലുകൾ നമ്മുടെ കാണുമ്പോൾ നമ്മുടെ മനസ്സും അതിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നു. അതേസമയം ഇതിൽ തന്നെ പല ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത ഇതിനെക്കുറിച്ചുള്ള നല്ല നല്ല പ്രഭാഷണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറേ ദിവസം അടുപ്പിച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അതിലേക്ക് വഴിമാറും. അങ്ങനെ നമുക്ക് അതിൽ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകും. അപ്പോൾ അതിൽ ഏത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ ചിന്തയാണ്, നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് സെലക്ട് ചെയ്യണം എന്നാണ് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്.